ഇവിടെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ സലാഡ്, ഹെൽത്തിയും ഈസി ആയിട്ടുള്ള ചിക്കൻ സലാഡ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്നത് ഡൈസ്ഡ് ചിക്കൻ നമ്മൾ മേടിച്ചാണ്, അസ്ദയിൽ നിന്ന് മേടിച്ചാണ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അപ്പോൾ അതൊന്ന് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് പാനിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ ഇതിട്ട് കൊടുക്കുക. നമ്മൾ അതിലേക്ക് കോൺ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് കുക്കായി വരേണ്ട താമസമുണ്ട്. തിളച്ച് വരുമ്പോൾ ഇതിനകത്തൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി ഇത് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു അരമുറി ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട്. അത് ക്യൂബ് സൈസിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇത് കുക്കായി വരുമ്പോൾ അതിലേക്ക് ചേർത്ത് ഒന്ന് കുക്ക് ചെയ്ത് മാറ്റി വെക്കും. അപ്പോൾ നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ കോണൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയായി വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നു. അതൊരു മിനിറ്റും കൂടി അത് ഇതിനകത്ത് കിടന്നാൽ മതി. അപ്പോൾ ഒരു പച്ചപ്പൊന്ന് മാറാൻ ചെറുതായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി യോജിപ്പിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ സലാഡിനുള്ള എല്ലാ ചിക്കനും അതുപോലെ കോണും എല്ലാം ഞാനിവിടെ ഊറ്റി ഒരു ബൗളിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തൊക്കെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ ചെറിയൊരു തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, അത് അതിനകത്തേക്ക് ഇടുക, ചെറുതായിരുന്നിട്ടത്. അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ ഒണിയൻ ഒരു ഇതാണ് എടുത്തേക്കുന്നത്, ഒരു ഒണിയൻ്റെ ഭാഗമാണ് എടുത്തേക്കുന്നത്, അത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലെടുത്തേക്കുന്നത് ഒരു ഹാഫ് ക്യാപ്സിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇടുന്നത് ലെറ്റൂസാണ്. ലെറ്റൂസൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. നല്ല ഹെൽത്തി ആയ ഒരു ഡിഷാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ. അപ്പോൾ ഇത് ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ഒലിവാണ്. അത് ഓപ്ഷണലാണ്, അത് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. പക്ഷേ ഹെൽത്തിയാണ്. അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നാനായിട്ട് ഇതും കൂടി ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്, നിങ്ങൾ നാരങ്ങാനീര് ചേർക്കുകയാണെങ്കിൽ ഒരു അര നാരങ്ങയുടെ നീരാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇത് മേടിച്ചേക്കണ ലെമൺ ജ്യൂസിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അത് ആവശ്യത്തിന് ഇതിൽ ചേർക്കുന്നു. പിന്നെ നമ്മൾ അതിലേക്ക് കഴിക്കുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഹെൽത്തി ആയതുകൊണ്ടാണ് ഒലിവ് ഓയിൽ ചേർത്തിട്ട് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ചെടുത്താൽ മതി, ഒരു ടീസ്പൂൺ അത്ര മതി, അത് ഒഴിക്കുക. പിന്നെ സലാഡ് ക്രീമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മളിത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട്, നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ സലാഡ് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ സലാഡ് റെഡി. ഞാനിതിപ്പോൾ ഇവിടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ സലാഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സലാഡാണ്. അതുപോലെ ഭയങ്കര കളർഫുള്ളാണ്. അപ്പോൾ എല്ലാവർക്കും ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം, വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ്. അതുപോലെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വരായിട്ട് ഇത് കഴിക്കാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. അതുപോലെ ഇത് കഴിക്കുന്നതിന് മുമ്പ് ഈ പെപ്പർ പൗഡർ ഇഷ്ടമുള്ളവർ ഇതിൻ്റെ മേളിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും പറയുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.